ക്വാറം തികയാത്തതിനാൽ സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് ബജറ്റ് പാസാക്കാനാകാതെ സാങ്കേതിക സർവകലാശാല തുടർച്ചയായ രണ്ടാം തവണയാണ് ഈ യോഗം മുടങ്ങുന്നത്. എംഎൽഎമാരായ IB സതീഷ്, സച്ചിൻ ദേവ്, സർക്കാർ പ്രതിനിധികൾ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തില്ല. ബജറ്റ് പാസാക്കാത്തത് സർവകലാശാലയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളെ ബാധിക്കുമെന്ന ആരോപണവുമുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് ഹാൻസ് ജോൺ ചേർന്നു. ഹാൻസ്, ഈ കഴിഞ്ഞ വട്ടം VC അംഗങ്ങളും തമ്മിലുണ്ടായ വാഗ്വാദത്തെ തുടർന്നായിരുന്നു യോഗം പൂർണ്ണമാക്കാൻ കഴിയാത്തത്. ഇത്തവണ ക്വാറം തികയാത്തതിനാലും വിവരങ്ങൾ. തീർച്ചയായും ലക്ഷ്മി, സർവകലാശാലയുടെ പ്രവർത്തനങ്ങളെ ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ പ്രതികൂലമാക്കുന്നു അല്ലെങ്കിൽ പ്രതികൂല രീതിയിലേക്ക് മാറ്റുന്നു എന്നുള്ള ഒരു ആരോപണത്തിന് ശക്തി നൽകുന്നതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തികൾ. കാരണം ഇന്ന് പ്രധാനമായും ബഡ്ജറ്റ് പാസ്സാക്കുന്നതിനാണ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു ചേർത്തിരുന്നത്. പക്ഷേ ഇതിൽ സർക്കാർ പ്രതിനിധികളായിട്ടുള്ള ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി, അതിനോടൊപ്പം തന്നെ ഫൈനാൻസ് സെക്രട്ടറി, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തില്ല. അതിനോടൊപ്പം തന്നെ എംഎൽഎമാരും സിൻഡിക്കേറ്റ് അംഗവുമായിട്ടുള്ള IB സതീഷ്, സച്ചിൻ ദേവ് എന്നിവരും യോഗത്തിൽ പങ്കെടുക്കാത്തത് മൂലം ക്വാറം തികട്ടാനായില്ല. അതിനാൽ തന്നെ യോഗം പിരിച്ചുവിടേണ്ട അവസ്ഥ VCക്ക് വന്നു. ആദ്യം പങ്കെടുത്തത് സർവകലാശാല വൈസ് ചാൻസലറും ഡീൻമാരും മാത്രമാണ്. നിലവിൽ ബഡ്ജറ്റ് പാസ്സാക്കാനാകാത്തത് മൂലം വെളുപ്പിൽശാലയിൽ അടക്കമുള്ള സർവകലാശാലയുടെ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലാണ്. എന്തായാലും നിലവിൽ വളരെ പ്രതിസന്ധി ഘട്ടത്തിലാണ് വൈസ് ചാൻസലർ അടക്കമുള്ളത്. തുടർന്നുള്ള നടപടികൾ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷം സ്വീകരിക്കാനാണ് വൈസ് ചാൻസലർ V ശിവപ്രസാദിന്റെ തീരുമാനം. ഓക്കെ ഹാൻസ്, വ്യക്തമാണ്.